ഈ വീഡിയോയിൽ നമ്മൾ യു എസിന്റെ ഹിപ്പോക്രസിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും മുഖമുടി അഴിഞ്ഞു വീഴുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുഖമുടി എങ്ങനെയാണ് അഴിയുന്നത് പറഞ്ഞാൽ ആന്റണി ബ്ലിങ്കൻ ശരിക്കും ഈ ഒരു ഗവൺമെന്റിന്റെ, അതായത് ഈ ഒരു ഇസ്രായേൽ ഗാസ വാറിൽ അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ഈ ഒരു സീസ് ഫയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പുറത്തു വരികയാണ്. അറ്റ്ലാന്റിക് കൗൺസിലിൽ നിന്ന് ആന്റണി ബ്ലിങ്കൻ സംസാരിക്കുകയുണ്ടായി. ഭാഗികമായിട്ട് ഇസ്രായേലിനെ വിമർശിക്കുകയും അതുപോലെ തന്നെ പാലസ്തീനെ അഥവാ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, പാലസ്തീനെ പോലുമില്ല ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പുറത്തു വന്നത്. അപ്പൊ അതിൽ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയുണ്ടായി. ഹമാസ് ഏതാണ്ട് സീസ് ഫയറിന്റെ ഡ്രാഫ്റ്റ് വായിച്ചു, ഒപ്പിട്ടു, സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അത് സത്യമല്ല. ഇപ്പോഴും മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനൽ റൗണ്ട് ചർച്ചകൾ നടക്കുകയാണ്. ഡേ ആഫ്റ്റർ, അതായത് ഇന്നോ നാളെയോ മറ്റും പുറത്ത് വന്നേക്കാം നല്ലൊരു തീരുമാനമാണെങ്കിൽ എന്നുള്ള നിലയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് പാലസ്തീനിയൻ അതോറിറ്റിയുടെ ഫുഡ് സ്റ്റെപ്പ്, ഗാസയ്ക്കുള്ളിൽ വരുന്നതിനോടുള്ള ഒരു ചെറിയ സംസാരം. അതായത് പാലസ്തീൻ അതോറിറ്റി, ഈ PA എന്ന് പറഞ്ഞ ഈ ഫത്തേ പാർട്ടി നയിക്കുന്ന പാലസ്തീൻ അതോറിറ്റി, വെസ്റ്റ് ബാങ്കിൽ നയിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയെ എങ്ങനെയെങ്കിലും ഗാസയ്ക്കുള്ളിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആന്റണി ബ്ലിങ്കൻ ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി, ആ ഒരു പാർട്ടിയുടെ, ഫത്തേ പാർട്ടിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അത്രയ്ക്ക് തരം താഴ്ന്ന ലെവലിലാണ് ഇന്ന് പുള്ളി സംസാരിച്ച് കേട്ടത്. പുള്ളി പറയുന്നത് വെച്ചാൽ ഇത് നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെ സിൻസ് ഫ്രം ദ ബിഗിനിങ് ഇതിനെ എതിർക്കുന്നുണ്ട്. ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പാലസ്തീനിയൻ അതോറിറ്റി ഈ ഉൾപ്പെടെയുള്ള ഈ ഫത്തേ പാർട്ടിയൊക്കെ പലതവണ പരീക്ഷിച്ചതാണ് ഇസ്രായേൽ. പലതവണ പരീക്ഷിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, October 7 ഈ ഒരു കൂട്ടക്കൊലയിലേക്കൊക്കെ എത്തപ്പെട്ടത്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലിങ്കൻ വന്നിട്ട് ഇതിനെ തേച്ച് വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു വെളുപ്പിക്കൽ പ്രക്രിയയാണ് ബ്ലിങ്കൻ അവിടെ നടത്തിയത്. അതിനുള്ള മറുപടി അവിടെ തന്നെ കിട്ടി, അത് വേറെ കാര്യം. പക്ഷെ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് ഇത് ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ സംഘടന അവിടെ ഉണ്ട്, അതിന് ബദലായിട്ടൊരു സംഘടന കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരുന്നത് ഒരു ബദലായിട്ട് മാറൂല എന്നാണ് പറയുന്നത്. അതായത് എത്ര കാലം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഈ ഒരു ഹമാസിനെ ചെറുത്ത് നിൽക്കാൻ തന്ത്രങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ട് ഈ ഒരു ഗാസ സ്ട്രിപ്പിൽ കഴിയാൻ പറ്റും? അത് ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പുള്ളി ഉന്നയിച്ചത്. അപ്പൊ ആ ചോദ്യത്തിന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇതിന് ഓൾറെഡി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അവിടെ വരികയും അവർ ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് അവിടെ ബാങ്കിങ്, സ്കൂൾ, അതുപോലെയുള്ള പല വിവിധ തരത്തിലുള്ള ഡെവലപ്മെന്റ് മേഖലകളിൽ, ഹെൽത്ത് സെക്ടർ, ഇതേപോലെ പല സെക്ടറുകളിലും അവിടെ ഇസ്രായേലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് അവിടെ ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത് ഒരു 2 സ്റ്റേറ്റ് തിയറിക്കല്ല ഇസ്രായേൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇനി ഇല്ല എന്നുള്ളതാണ് ഉറപ്പിച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഇനി അതൊരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ ഈ പാലസ്തീൻ അതോറിറ്റിയെ തന്നെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആന്റണി ബ്ലിങ്കൻ ഇത്രമാത്രം ശക്തമായിട്ട് വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പുറകിലുള്ളത് ബ്ലാക്ക് റോക്ക് സംഘടനകളാണ്. അവർ തന്നെയാണ് ഈ ഒരു ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രൂസ് ഡീൽ, അതായത് ഇപ്പൊ നടക്കുന്ന ഒരു ഡീൽ, ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാനുള്ള, അതേപോലെ സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ഡീൽ കൊണ്ടുവരുന്നത് ബൈഡന്റെ ഒരു പ്രഷർ കൊണ്ടാണെന്ന് മാത്രമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഈ ഒരു സംസാരം മൂലം, ഈ ഒരു ബ്ലിങ്കന്റെ സംസാരം മൂലം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പറയുന്നത് പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ട് ഒരു നെഗോസിയേഷനിൽ പോയിട്ട് പാലസ്തീനിയൻ അതോറിറ്റിയിൽ അതായത് പാലസ്തീനിയൻ അതോറിറ്റിയെ ഒരു ഹമാസിന് ബദലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അവർ ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായിട്ട് അവിടെ നിലനിൽക്കും, ആ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ അതിൻ മൂലം ഒരു സൊല്യൂഷൻ, അതിൽ മൂലം ഈ ഹമാസ് എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു വാദമാണ് ബ്ലിങ്കൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇത് ഇസ്രായേൽ ഓൾറെഡി തന്നെ ഇതിനെ എടുത്ത് ചവറ്റോട്ടയിൽ ഇട്ട് കഴിഞ്ഞു. ഇതിന് യാതൊരുവിധ പ്രസക്തി ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് തള്ളിക്കളയുന്നത്. കാരണം ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി ആയിട്ടുള്ള ഫത്തേ പാർട്ടി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഹമാസ് ആയിക്കോട്ടെ, ഇവരെല്ലാം പരീക്ഷിച്ചതാണ്. ഈ ഫത്തേ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ചരിത്രം, ഈ ഇന്തിഫാദ തൊട്ടുള്ള ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാലസ്തീനിയൻ അതോറിറ്റിയൊക്കെ ഇതേപോലെ ബേസിക് ഐഡിയോളജി, മെന്റാലിറ്റിയുള്ള ഫണ്ടമെന്റലിസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് പിന്നെ അവരെ വിശ്വസിച്ചുകൊണ്ട് ഇത് ഏൽപ്പിക്കാൻ പറ്റുന്നത്? ആ രീതിയിലുള്ള ചോദ്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പോകുന്നത്. അതിനൊന്നും ഉത്തരം ഈ ബ്ലിങ്കന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ ഭാഗത്തോ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിന് മൂലം ഒരു കാര്യം സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് വീണ്ടും ഇവരുടെ മുഖമുടി വലിച്ചീറപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബ്ലിങ്കൻ ആൻഡ് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു മുഖമുടി വലിച്ചീറപ്പെടുന്നു എന്നുള്ളതാണ്. ഹമാസ് ഓൾമോസ്റ്റ് ക്ഷയിച്ചു കഴിഞ്ഞു. ഹമാസിൽ ഇനി അത്രമാത്രം ഈ നമ്മൾ പറയത്തക്ക രീതിയിൽ ഇപ്പൊ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഒന്നും ഇനി ഹമാസിനില്ല. പുള്ളി പറയുന്നതാണ്. പുള്ളിക്ക് എങ്ങനെ അറിയാം ഇത്? നമുക്കറിയത്തില്ല ഇത്.
പുള്ളി ആകെ ഈ ഹോസ്റ്റേജ് ഡീലിന് വേണ്ടിയിട്ട് അവരെ കണ്ട് സംസാരിച്ച ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹമാസിനെ നേർക്ക് നേർ ദിവസം കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്തിരുന്ന ആൾക്കാരാണ് ഇസ്രായേലിലുള്ളത്. ഓരോ IDF സോൾജേഴ്സിന് അതറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്ത ആൾക്കാരുടെ മുന്നിൽ വന്നിട്ടാണ് ഈ ഒരു ഡയലോഗ് ഡിപ്ലോമസി പുള്ളി ഇറക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് ഹമാസ് ഏകദേശം ഒരു ക്ഷയിച്ച അവസ്ഥയിലാണെന്ന് പറയുന്നത്? അവരെല്ലാം പുതിയ ആൾക്കാരെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്, ന്യൂ ഫൈറ്റേഴ്സിനെയാണ് അവർ ഹയർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ സൂചന ഏറ്റവും കൂടുതൽ. പിന്നെ അവർ ജയിലിൽ നിന്ന് റിലീസായി പോകുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹമാസ് ക്ഷയിച്ച അവസ്ഥയിലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ധൈര്യപൂർവ്വം പാലസ്തീനിയൻ അതോറിറ്റിയെ വെൽക്കം ചെയ്യാം എന്നുള്ള രീതിയിൽ എപ്പോഴും പാലസ്തീനിയൻ അതോറിറ്റിയെ എങ്ങനെ ഗാസയിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ ഊന്നി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് പുള്ളി പറഞ്ഞത്. അടുത്ത് പറഞ്ഞതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു മിത്ത്, ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറഞ്ഞ ഒരു മിത്ത് ഉണ്ട്, ആ മിത്ത് മറക്കുന്നതായിരിക്കും നല്ലത്. ആ രീതിയിലാണ് പുള്ളി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഹൈലൈറ്റ് ആണ്, വളരെ പീക്കാണ്. ഇത് തന്നെയാണ് ആ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ, അതായത് ബൈഡൻ ഭരണകൂടത്തിന്റെ എന്താണോ അവരുടെ ഇരട്ടത്താപ്പ്, കൃത്യമായിട്ട് ഇസ്രായേലിനെ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഉടനീളം ഈ 15 months വാർ മൊത്തം ഇവർ ഉടനീളം ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇടപെട്ടുകൊണ്ടിരുന്നത്, തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത്, പല സാഹചര്യങ്ങളിലും 3-4 മാസം നെതന്യാഹുമായിട്ടുള്ള ഡിസ്കഷൻസ് നിർത്തിവെച്ചിരുന്നത്, ഇതുപോലുള്ള പല പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള നിസ്സഹരണം, അതായത് ഈ ഒരു യുദ്ധത്തോടുള്ള ഇവരുടെ അതായത് തീവ്രവാദ ആക്രമണത്തിനെതിരെ പൊരുതിക്കൊണ്ടിരുന്ന ഇസ്രായേലിനെതിരെയുള്ള നിസ്സഹരണം ഇവർ കാണിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അത് ഇന്ന് പൂർണ്ണമായിട്ട് വെളിയിൽ വന്ന അവസ്ഥയാണ്. വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ഒക്കെ ഇസ്രായേലിന്റെ നെസറ്റിൽ തന്നെയുള്ള ഫാർ റൈറ്റ് പാർട്ടികളൊക്കെ വളരെ വളരെ നിർണായകമായിട്ട് മുന്നോട്ട് എടുത്തു വെക്കുന്ന ആശയങ്ങളാണ്. അതില് തീരുമാനം എടുക്കേണ്ടത് ഇസ്രായേലിലുള്ള ആൾക്കാരും പാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും തന്നെയാണ് അത് തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ ഇത് ആന്റണി ബ്ലിങ്കനോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ല ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. അമേരിക്കയ്ക്ക് ഒന്ന് മാത്രം ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം, ഇത് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അതിന് തീരുമാനം എടുക്കേണ്ടത് അൾട്ടിമേറ്റ്ലി ഇസ്രായേലാണ് എടുക്കേണ്ടത്. ആ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ആ തീരുമാനം എടുക്കേണ്ടത്. പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്, അതായത് ഏത് രീതിയിലാണ് ഇത് വെളുപ്പിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇസ്രായേലി മീഡിയ ഈ October 7 ആ ഒരു കൂട്ടക്കൊലയെ മാത്രം എംഫസൈസ് ചെയ്ത് കാണിക്കുകയും ഗാസയ്ക്കുള്ളിലുള്ള അവസ്ഥയെ മറച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ഫേക്കാണ്. കാരണം ന്യൂസ് നമ്മൾ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഈ ചാനൽ 12 പോലത്തെ ചാനലുകളൊക്കെ പോയി ഡയറക്റ്റ് ആയിട്ട് ഗാസയ്ക്കുള്ളിൽ നിന്ന് ഇന്റർവ്യൂ എടുക്കുന്നതും ആൾക്കാരുടെ സംസാരിക്കുന്നതും അവിടുത്തെ നിത്യേന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി അത് പോട്ടെ, ഇസ്രായേൽ മീഡിയ മാത്രമേ ഉള്ളൂ. അവിടെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല ചാനലുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് മീഡിയാസ്, ഇന്റർനാഷണൽ മീഡിയാസ് ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന് അമേരിക്കൻ മീഡിയാസ് വരെ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ്, UNRWA ഇവരൊക്കെ തീർച്ചയായിട്ടും ഈ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എയർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വിഷയങ്ങൾ എയർ ചെയ്യുകയും യൂട്യൂബിലൊക്കെ നിരന്തരം പരസ്യങ്ങൾ ഇട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഗാസ. പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളി ഇപ്പൊ ഈ അറ്റ്ലാന്റിക് കൗൺസിലിൽ പോയിട്ട് പറയുന്നത് ഈ ഗാസയിലുള്ള യഥാർത്ഥ അവസ്ഥ പുറത്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് എത്രമാത്രം ഒരു പച്ചക്കള്ളമാണ്. ഈ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇയാളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം അവിടെ സംഭവിച്ചത്. ഒരു ആന്റി ഇസ്രായേൽ എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരു പാലസ്തീനിയൻ അനുകൂലിയായിട്ടുള്ള ഒരാൾ ഇയാൾക്കെതിരെ അവിടെ ബാനർ ഉയർത്തി. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, അതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഈ പൊസിഷനിൽ നിന്ന് ഇറങ്ങി പോകാനിരിക്കുന്ന ഈ ഒരു ബ്ലിങ്കൻ, അയാളുടെ അവസാനത്തെ സംസാരമായിരിക്കും ഇതെന്നാണ് എനിക്ക് കരുതാൻ പറ്റുന്നത്. ഈ അറ്റ്ലാന്റിക് കൗൺസിലിൽ വരുമ്പോൾ തന്നെ അവിടെ ഇയാളെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഇയാളെ ഓൾറെഡി തന്നെ പ്രതിഷേധിക്കാൻ വേണ്ടി ഇയാളുടെ സംസാരത്തിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പുള്ളി ഇങ്ങനത്തെ സംസാരങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ടും അയാൾക്ക് അത് തടയാൻ കഴിഞ്ഞില്ല. അവിടെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവിടെ പുറപ്പെടുവിക്കപ്പെട്ടു. ആദ്യത്തെ ബാനർ ഉയർന്നത് യു വിൽ ഫോർ എവർ ബി നോൺ എസ് ബ്ലഡി ബ്ലിങ്കൻ, ഇങ്ങനെയാണ് ആദ്യത്തെ ബാനർ. ഈ ഒരു ആദ്യത്തെ ബാനർ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ചങ്കിടിപ്പായി. ആ രീതിയിലാണ് അവിടുന്ന് ഇത്രത്തോളം ഞാൻ അനുകൂലിച്ച്, അതായത് ഇത്രത്തോളം ഞാൻ പാലസ്തീനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടും എനിക്ക് കിട്ടിയ ഒരു നെയിം ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലാണ് ആള് ചിന്തിച്ചത്. രണ്ടാമത്തെ ബാനർ എന്ന് പറഞ്ഞാൽ യു ആർ എ ബ്രൂട്ടൽ വാർ ക്രിമിനൽ എന്നാണ്. ആ രീതിയിലാണ് രണ്ടാമത്തെ ബാനർ വരുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ബാനറുകൾ രണ്ടെണ്ണം അവിടെ പൊങ്ങി വന്നായിരുന്നു. അപ്പൊ തന്നെ പുള്ളിക്ക് ഇത്ര നേരം സംസാരിച്ചത് വെറുതെ ആയെന്ന് തോന്നിയിട്ടുണ്ടാവും തോന്നുന്നു. ആ രീതിയിലാണ് പിന്നെ പുള്ളി സംസാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ സീസ് ഫയർ ഡീലിനെ കുറിച്ച് ഇയാൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഹമാസ് പൂർണ്ണമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇതൊക്കെ വളരെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വന്ന ന്യൂസാണ്. ജസ്റ്റ് 15 മിനിറ്റ് 20 മിനിറ്റിന് മുമ്പ് വന്ന വാർത്തകളാണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. അങ്ങനെ വന്ന സമയത്ത് ഇന്നലെ ഒരു നിർണായകമായിട്ടുള്ള സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോസ്റ്റേജ് ഡീലൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പഴയ 2 വീഡിയോകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡീലുമായിട്ട് ഇസ്രായേലിനുള്ള ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു നെസറ്റ് മെമ്പർക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫാർ റൈറ്റിലുള്ള ആൾക്കാർക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരാള് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല്
മാരലാഗോ എന്ന് പറഞ്ഞ ഒരു ഡിന്നർ മീറ്റിംഗിൽ ഏരിയൽ ഖന്ന എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിൽപ്പെട്ട ആളാണ്, ഒരു ഫാർ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പുള്ളി ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ഈ ഒരു കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നടത്തി വരുന്ന ഈ യുദ്ധം, ഈ ഒരു ഇസ്രായേലിന് കിട്ടിയ ഒരു വിജയം, ഈ വിജയത്തിനെ എല്ലാം തകർച്ചയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഹോസ്റ്റേജ് ഡീൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഡീല് എത്രയുമൊക്കെ നിങ്ങൾ നിർത്തിത്തരണം. കാരണം ഈ ഡീല് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദികൾ കൂടുതൽ അവർക്ക് ശക്തി പ്രാപിച്ച് വളരാനുള്ള വളക്കൂറുള്ള മണ്ണായിട്ട് ഗാസ മാറും. ഇത്രയും കാലം ഇസ്രായേൽ ചെയ്തിരുന്ന ആ ഒരു എഫേർട്ട്, ഇത്രയും നാളും ഇസ്രായേൽ ചെയ്ത ഒരു എഫേർട്ട് വെറുതെയാവും എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി എടുത്ത് ധരിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇപ്പൊ ഡിന്നർ കഴിക്കൂ സന്തോഷമായിട്ട്, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആവാം എന്നുള്ള രീതിയിൽ ട്രംപ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. ട്രംപിന്റെ ഒരു എൻവോയും കൂടി ഈ ഒരു സീക്രട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ ദോഹയിൽ നടക്കുന്ന മീറ്റിംഗിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഫൈനലൈസ് ചെയ്യുന്നത്, ഈ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട ആളും ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട റെപ്രസെന്റേറ്റീവും അതേപോലെ ട്രംപിന്റെ അപ്കമിംഗ് അഡ്മിനിസ്ട്രേഷനിലുള്ള റെപ്രസെന്റേറ്റീവ് രണ്ടുപേരും ഉണ്ട്. ഇത് കൃത്യമായിട്ട് അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടായിരിക്കും ഈ ഒരു ഡീൽ പുറത്തു വരുന്നത്. അപ്പൊ ഇതിൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ പോയിന്റ്സുകൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പോയിന്റുകൾ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമാണ് ഈ ഒരു ഫൈനൽ മീറ്റിംഗിൽ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ അഥവാ സീസ് ഫയർ ഡീൽ, ഈ ഡീൽ ഏതായാലും ചില രീതിയിലുള്ള നെഗോസിയേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്നും ഇത് നടപ്പായി ഉടനെ നാളെയോ മറ്റന്നാളോ ഇത് തീരുമാനമാകുന്ന ഒരു ഏർപ്പാടായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഡീലിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ നെസറ്റിൽ നല്ല രീതിയിലുള്ള എതിർപ്പുകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഫാർ റൈറ്റ് പാർട്ടികൾ. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഫാർ റൈറ്റ് പാർട്ടികൾ ഇപ്പൊ ഇത് അഥവാ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ ഭരണം താഴെ വീഴും. ആ രീതിയിലുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹു ആണെങ്കിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദത്തിലുമാണ്. അപ്പൊ ആ രീതിയിലാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഡീലിൽ ഫർദർ ആയിട്ട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.